നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുൺ അമൃതനാഥ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, എന്ത് സംഭവിക്കുന്നു? വലിയ ആകാംക്ഷയുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടക്കേണ്ടത്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം? എന്താണ് ഒരുക്കങ്ങൾ? എങ്ങനെയാണ്? അക്ഷയ, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത. അത്തരത്തിലുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനുള്ള നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നു. ജില്ലാ കളക്ടർക്ക് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള മെയ് 5-ന് മുമ്പാകെ പ്രസിദ്ധീകരിക്കണം. അതായത് വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയം മെയ് 5-ന് എന്നുള്ളൊരു നിർദ്ദേശം. അതായത് ഒരുക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ച് നേരത്തെ ഒരു അനിശ്ചിതത്വമൊക്കെ നിലനിന്നിരുന്നു. സാധാരണഗതിയിൽ ജനപ്രതിനിധി രാജിവെച്ച് 6 മാസം കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് ചട്ടം. അസാധാരണമായ സാഹചര്യത്തിൽ അത് മാറ്റിവെക്കാറുമുണ്ട്. നിലമ്പൂരിനെ സംബന്ധിച്ച് അത്തരത്തിൽ യാതൊരു നിർദ്ദേശമോ നടപടിക്രമങ്ങളോ ഉണ്ടായില്ല. അങ്ങനെ ആരോപണങ്ങളായൊക്കെ തന്നെ PV അൻവർ ഉൾപ്പെടെ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് നിർണായകമായ ഒരു ഘട്ടത്തിൽ എന്തായാലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സൂചനകൾ പുറത്തു വരുന്നത്. മെയ്യിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഈ ഘട്ടത്തിൽ എന്തായാലും ഉണ്ടാകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ മുന്നണികൾ രാഷ്ട്രീയപരമായ ഒരുക്കങ്ങളിലേക്ക് കടന്നിരുന്നു. കാരണം ഇതൊരു അഭിമാന പോരാട്ടം കൂടിയാണ്. ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സിറ്റിംഗ് സീറ്റുകളാണ് നിലനിർത്തപ്പെട്ടത്. അപ്പോൾ നിലമ്പൂരിൽ ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ളത് രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ CPM-നെ സംബന്ധിച്ച് നിർണായകമാണ്. ഒപ്പം തന്നെ തിരിച്ചുവരവിനൊരുങ്ങുന്ന കോൺഗ്രസിന് നിലമ്പൂർ മണ്ഡലത്തിൽ ഈ ഭരണം തിരിച്ചുപിടിക്കാനൊക്കെ UDF-നും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത്തരത്തിലൊരു അഭിമാന പോരാട്ടം കൂടിയാകും നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. PV അൻവർ പോരാട്ടമാകുന്നതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അഭിമാന പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത്. എന്തായാലും മെയ് 5-ഓടുകൂടി വോട്ടർ പട്ടിക തയ്യാറാക്കും. മെയ്യിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ള വാർത്തയാണ് അരുൺ അമൃതനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്.